പരിശുദ്ധവും പരിപാവനവുമായ ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ നിർത്തിയതിന് അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഷാലി ബേബി. ഞാൻ അങ്കമാലി കരയാമ്പറമ്പ് ഇടവകയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ മകൻ ബേസിൽ പി ബേബി. ഇത് ഹസ്ബൻഡ് ബേബി പി വി. ഞാനിവിടെ ഒരു പത്രം ഒരു ചേച്ചി തന്നത് വായിച്ചാണ് ഞാൻ ആദ്യമായിട്ട് 2022 ആഗസ്റ്റ് 23 ഇവിടെ വരുവാൻ ഇടയായത്. എൻ്റെ മകന് വിസയുടെ പ്രശ്നം കാരണമാണ് ആദ്യമായിട്ട് ഞാനിവിടെ കടന്നു വരുവാൻ വന്നത്. വിസ പുതുക്കി കിട്ടാതെ 2 വർഷം കൂടുമ്പോൾ വിസ പുതുക്കുന്ന പതിവായിരുന്നു. അങ്ങനെ ലാസ്റ്റ് സ്കിൽ അസൈൻമെൻറ്റ് എന്ന ഒരു പേപ്പർ കിട്ടാതെ വരികയും തിരിച്ചു പോരേണ്ട അവസ്ഥയിൽ ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛനൊരു കാശ് രൂപം തന്നു. എന്നോട് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ധൈര്യമായി പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ മോന് വേണ്ടി പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്ന് അന്ന് ഒരു സ്വപ്നം കണ്ടു. അച്ഛൻ ഈ നിത്യാരാധന ചാപ്പലിൻ്റെ മുൻപിൽ ഫ്രണ്ടിലിരിക്കുന്ന മാതാവും അച്ഛനും നിൽക്കുന്നു. അവിടെ എൻ്റെ മകൻ മുട്ടുകുത്തി നിത്യാരാധന ചാപ്പലിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അമ്മയും ജോസഫ് അച്ഛനും തലയിൽ കൈവച്ച് മകനെ അനുഗ്രഹിക്കുന്നതായി കണ്ടു. അപ്പോൾ ഞാൻ മകനോട് വിളിച്ചു പറഞ്ഞു, മോനെ ഒരു കാരണവശാലും പേടിക്കേണ്ട, അമ്മ ഇത്തിരി വൈകിയായാലും മോന് ആ കാര്യം നടത്തി തരും, ധൈര്യമായിരുന്നോളാൻ പറഞ്ഞു. ഇനി അവൻ്റെ സാക്ഷിയാവെന്ന് തന്നെ പറഞ്ഞു. എൻ്റെ പേര് ബേസിൽ. ഞാൻ ഓസ്ട്രേലിയയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനം പള്ളിയിൽ വരുന്നത് 2023 സെപ്റ്റംബറിലാണ്. അന്ന് ഞാൻ ആ വാതിൽക്ക് വന്ന് കയറുന്ന സമയത്ത് എനിക്ക് നല്ലൊരു സുഗന്ധം കിട്ടി. ഞാൻ വിചാരിച്ചു അതിവിടെ ആ എയർ ഫ്രഷ് ചർച്ചാണല്ലോ, അപ്പോൾ എയർ ഫ്രഷ്നർ അടിച്ചതിൻ്റെ സ്മെല്ലായിരിക്കും എന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര ഒരു വീർപ്പൂട്ടിലൊക്കെ തോന്നി. ഞാൻ പുറത്തേക്ക് പോകും, അകത്തേക്ക് വരും, വീണ്ടും ആ സ്മെല്ല് എനിക്ക് വരും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പള്ളിയിലെ കുർബാനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ മമ്മീനോടും പപ്പനോടും ചോദിച്ചു, ഇതെന്താ ഇത്ര സ്മെല്ല് ഇവിടെ, ഇവരെന്തിനാ ഇത്ര എയർ ഫ്രഷ്നർ അടിക്കണേന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് മമ്മി പറഞ്ഞത്, ഇത് ഞങ്ങൾക്കാർക്കും ആ സ്മെല്ലില്ലായിരുന്നു, അതെനിക്ക് മാത്രം കിട്ടിയൊരു സ്മെല്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ കാണുമ്പോൾ പലരുടെയും സാക്ഷ്യം ഇതുപോലെ ഇങ്ങനെ ഓരോ സ്മെല്ലുകൾ കിട്ടിയത് ഓരോരുത്തർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ, കൂടെയുള്ളവർക്ക് ആർക്കും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ മനസ്സിലാക്കി. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോകൾ കാണാൻ തുടങ്ങി. അങ്ങനെ 2024 ഞാനൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അതിൻ്റെ മിനിമം പ്രോസസ്സിങ് ടൈം 2 വർഷം അവർ പറഞ്ഞായിരുന്നേ. അങ്ങനെ 2025 പകുതിയോളായപ്പോൾ ആ വിസയുടെ നിയമങ്ങളിൽ കുറേ മാറ്റങ്ങൾ വന്നു. എനിക്ക് ആ വിസ വിഡ്രോ ചെയ്യേണ്ടി വന്നു. പിന്നെ എനിക്ക് 38 ദിവസത്തിനുള്ളിൽ തിരിച്ച് ഓസ്ട്രേലിയ വിടണമായിരുന്നു. അല്ലെങ്കിൽ സ്കിൽ അസസ്മെൻ്റ് എടുത്ത് ഇംഗ്ലീഷിൻ്റെ എക്സാം എഴുതി PT എക്സാം എഴുതി സ്കോർ ബീറ്റ് ചെയ്ത് എനിക്ക് പുതിയൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് നെക്സ്റ്റ് വീക്കിൽ ഞാൻ സ്കിൽ അസസ്മെൻറ്റിന് അപ്ലൈ ചെയ്തു. അതിൻ്റെ നെക്സ്റ്റ് വീക്ക് ഞാൻ PT എക്സാമിന് ഡേറ്റ് എടുത്തു. അങ്ങനെ സ്കിൽ അസസ്മെൻറ്റിൻ്റെ ഡേറ്റ് എടുത്തു. അത് കഴിഞ്ഞ് അവരൊരു ഇൻ്റർവ്യൂ സജസ്റ്റ് ചെയ്തു. ആ ഇൻ്റർവ്യൂ പാസ്സായി 3 വീക്സിൽ എനിക്ക് സ്കിൽ അസസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി. ആദ്യം ഞാൻ എക്സാം എഴുതാൻ പോയി കഴിഞ്ഞപ്പോൾ PTയുടെ എക്സാം എഴുതാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പ് പൊതിഞ്ഞ് എൻ്റെ പോക്കറ്റിലിട്ടിരുന്നു. അവിടെ ചെന്ന് എക്സാം എഴുതണ നേരത്തെ അവർ പോക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉപ്പ് എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതി. എനിക്ക് റീഡിങ്ങിന് സ്കോർ കുറവായി പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഡേറ്റ് എടുത്ത് നെക്സ്റ്റ് വീക്കിൽ ഡേറ്റ് എടുത്ത് വീണ്ടും ഞാൻ എക്സാം എഴുതി. അന്ന് ഞാൻ ഉപ്പ് എൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ പിൻ ചെയ്ത് വെച്ചു. അതവർ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ എക്സാം ചെയ്തു. ആ എക്സാമിന് എനിക്ക് നല്ല സ്കോർ കിട്ടി. ഞാൻ പാസ്സായി. ആ 38 ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ അടുത്ത വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് വിത്തിൻ 6 മന്ത്സിനുള്ളിൽ എൻ്റെ നോമിനേഷൻ അപ്രൂവായി. യൂഷ്വലി നോമിനേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിയർലി 1 മന്ത് എടുക്കും എൻ്റെ വിസ അപ്രൂവ് ആവാനായിട്ട്. പക്ഷേ നോമിനേഷൻ അപ്രൂവ് ചെയ്ത് ഞാൻ കമ്പനിയിൽ നിന്ന് ലീവ് എടുത്ത് ഞാൻ ചർച്ചിലേക്ക് പോണ വഴിക്ക് വക്കീൽ വിളിച്ച് പറഞ്ഞു, വിത്തിൻ 1 അവറിനുള്ളിൽ എൻ്റെ വിസയും അപ്രൂവ് ആയെന്ന് എൻ്റെ അഡ്വക്കേറ്റ് വിളിച്ച് പറയുകയുണ്ടായേ. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് 1000 കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.
ഞാൻ അവിടെ കസ്റ്റമർ സർവീസ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 14 വർഷമായിട്ട് ഓസ്ട്രേലിയയിലാണ്. ഈ വിസ കിട്ടിയെന്ന് വിളിച്ച് മകൻ എന്നോട് പറയുന്ന സമയത്ത് ഇവിടെ ഞാൻ കുർബാനയിൽ സെപ്റ്റംബർ 14 ഇവിടെ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ ബെല്ലടിക്കുന്നത്. 2 പ്രാവശ്യം 3 പ്രാവശ്യം ബെല്ലടിച്ചു. അപ്പോഴും ഞാൻ ഫോൺ എടുത്തില്ല. 4മതും തുടരെ അടിക്കണ കണ്ടപ്പോൾ ഞാൻ ഫോൺ എടുത്ത് പതുക്കെ, അപ്പോൾ ഇവിടെ അച്ഛൻ കുർബാന കൈകളിൽ ഉയർത്തുന്ന സമയമായിരുന്നു. ഞാൻ എന്നാലും ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു വിസ അടിച്ചു മമ്മി, സന്തോഷമായില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോനെ ഇവിടെ ഞാൻ കൃപാസനത്തിൽ കുർബാനയിലാണ്, മോൻ വെച്ചോ, കുർബാന കഴിയുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മാതാവിൻ്റെ ഇടപെടൽ, ഞാനിവിടെ വന്നപ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഇരുന്നത്. മാതാവേ, നിരാശയോടെ എൻ്റെ മകൻ തിരിച്ചു വരാൻ ഇടവരുത്തരുതേ എന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ മകന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി അമ്മയ്ക്കും ഈശോയ്ക്കും അർപ്പിക്കുന്നു. അടുത്തതായി രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് ഒരു 5 സെൻറ്റ് സ്ഥലവും വീടും വിൽക്കാനുണ്ടായിരുന്നു. 4 വർഷമായി സ്ഥലം വിൽക്കുവാൻ ആൾക്കാർ വന്ന് നോക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വന്നവരെല്ലാവരും നാളെ കരാർ എഴുതാം എന്ന് പറഞ്ഞ് തിരിച്ചു പോകും. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ വിളിച്ചു പറയും ഞങ്ങൾക്ക് ഇന്ന് കരാർ എഴുതാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് കച്ചവടം അഡ്വാൻസ് തന്നു പോയതും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നടക്കുന്നില്ലായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഇതിൽ എഴുതി വെച്ചിരുന്നു, ഉടമ്പടി പുതുക്കുമ്പോൾ നിയോഗം വെച്ചിരുന്നു, എന്നിട്ട് നടന്നില്ല. അങ്ങനെ ഇരിക്കെ എനിക്ക് തോന്നി അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ്റെ അടുത്ത് ഇവിടെ വന്ന് ടോക്കൺ എടുത്തു. ഞാൻ ആധാരത്തിൻ്റെ കോപ്പി കൊണ്ടുവന്ന് അച്ഛൻ്റെ അടുത്ത് ഇവിടെ ടോക്കൺ എടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാശ് രൂപം തന്നു. അച്ഛൻ പറഞ്ഞു ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. അവിടെ കൊണ്ടുപോയി ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ജോസഫ് അച്ഛൻ എൻ്റെ ആ വിൽക്കാനിട്ടിരിക്കുന്ന വീടിൻ്റെ പുറകുവശത്തു കൂടി കടന്ന് മുറിയുടെ അകത്ത് ഹാളിൽ വന്ന് നിൽക്കുന്നു. കൂടെ ഇവിടെ നിന്ന് ഒരാളും ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വന്ന വഴി തന്നെ ഞാൻ കണ്ടപ്പോൾ തന്നെ അച്ഛനോട് ചോദിച്ചു, അതാ ജോസഫ് അച്ഛൻ എന്താ പതിവില്ലാണ്ട് വന്നേ എന്ന് ചോദിച്ചു. പക്ഷേ അച്ഛൻ വേഗം ആ ഹാളിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചിട്ട് മിണ്ടാതെ ഇറങ്ങിപ്പോയി. ആ പ്രാർത്ഥിച്ച് പോയതിൻ്റെ ആ സ്വപ്നം കണ്ടതിൻ്റെ 3 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ സ്ഥലം കച്ചവടമായി. ഇപ്പോൾ സ്ഥലം വിറ്റിട്ട് 1.5 മാസം കഴിഞ്ഞു. കച്ചവടം നടന്നു. ദൈവമാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണത് പൊതിച്ചോറുണ്ടാക്കി റോഡരികിലുള്ള അവർക്കൊക്കെ ഞങ്ങൾ മാസം തോറും 10-15 പൊതിഞ്ഞ് എല്ലായിടത്തും കൊണ്ടു നടന്ന് കൊടുക്കാറുണ്ട്. പിന്നെ വിധവകളായ വീടുകളിൽ ഭർത്താക്കന്മാരില്ലാത്തടുത്ത് അവർക്ക് വീട്ടു സാധനങ്ങളും ഡ്രസ്സ്, പിന്നെ രോഗികളായവർക്ക് എന്നെല്ലാം ആവുന്ന വിധം പൈസ അങ്ങനെ എല്ലാവരും പോയി കാണാറുമുണ്ട്, കൊടുക്കാറുമുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഉടമ്പടി പത്രം, കൃപാസന പത്രം 2 കെട്ട് എല്ലാ മാസവും ഞാനിവിടെ വരും. 2 കെട്ട് പത്രം വെച്ച് വാങ്ങും. അത് കൊണ്ടുപോയി 1 കെട്ട് അവിടെ അടുത്തുള്ള വീടുകളിൽ സ്ഥിരമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത കാലം തുടങ്ങി ഈ കഴിഞ്ഞ മാസം വരെ ആ വീടുകളിലാണ് കൊടുക്കുന്നത്. 1 കെട്ട് റോഡരികിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ ഞാൻ കൊണ്ടുപോയി നടന്നു കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുർബാന ഞങ്ങൾ യാക്കോബിറ്റ ആയതുകൊണ്ട് ആഴ്ചയിലെ കുർബാനയുള്ളൂ. കുമ്പസാരം ഞാൻ മിക്കതും തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കുമ്പസാരം നടത്താറുണ്ട്. കുർബാന സ്വീകരിക്കും. 2007 മുതൽ ഒരു കുർബാനയിലും ഞാൻ കുർബാന സ്വീകരിക്കാതെ പോന്നിട്ടില്ല. ഇന്ന് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു. ഇന്ന് വരെ എന്നെ ഈ നിലയിൽ നിർത്തിയത് ഈ യേശുവിൻ്റെ രക്തവും ശരീരവും അനുഭവിക്കുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇത്രയും ആരോഗ്യത്തോട് നിൽക്കുന്നത്. യേശുനാഥനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. പ്രാർത്ഥിക്കുന്നതും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ലഭിക്കും. ഉടമ്പടിയിൽ പറയുന്നതും ഉടമ്പടി നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ പ്രഖ്യാപനമാണ്. പ്രശ്നങ്ങൾ വന്നാലും
നമ്മളെ തളർത്താതെ മുന്നോട്ട് നയിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ്. എന്തു തന്നെ പ്രശ്നങ്ങളായാലും, ജോലി പ്രശ്നമാവാം, രോഗാവസ്ഥയാവാം, സാമ്പത്തിക തകർച്ചകളാവാം, ഏതവസ്ഥയിലായാലും ദൈവം ഒരു വഴി തുറന്നു തരുമെന്നൊരു പൂർണ്ണ വിശ്വാസമുണ്ട് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. രോഗാവസ്ഥയിൽ സുഖം പ്രാപിക്കുമെന്നും ഉറപ്പോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുമെന്നും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്നും വിശ്വസിക്കുന്നതാണ് ഒരു സത്യമായ ഒരു ഉടമ്പടി ജീവിതം. നമ്മുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളുമെല്ലാം പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയാണ് ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ സാക്ഷ്യമായിട്ടാണ് ഷാലി ബേബിയും കുടുംബവും ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നത്. മകന് വേണ്ടി പ്രാർത്ഥിക്കുകയും വിസ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി അച്ഛൻ കാശ്രൂപം നൽകുകയും മകന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വിസ പ്രൊസീഡിങ് നടത്തുവാൻ സാധിക്കുകയും ഈ മകൻ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യമായി കൃപാസനത്തിൽ കാലുവെച്ചപ്പോഴേ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം ഒരു സുഗന്ധാഭിഷേകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും പിന്നീട് ഓൺലൈൻ ഉടമ്പടിയിൽ കൂടെ ജീവിതം നയിക്കുകയും പിന്നീട് വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ രീതിയിലും ഈശോയും അമ്മയും ഇടപെടുകയാണ്. ഈ മകൻ്റെ ജീവിതത്തിൽ വിസയ്ക്ക് തടസ്സം വന്നപ്പോൾ തന്നെ കുടുംബം ഉടമ്പടിയിലാണ്, ഈ മകനും ഉടമ്പടിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇവിടെ കാര്യത്തിൽ ഇടപെടുകയും ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി ഈ മകന് അനുഗ്രഹം ലഭിക്കുകയും ചെയ്തത്. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെയാണ്. സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി അമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദുരന്തം വരാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ അത് നമ്മുടെ ജീവിതത്തിലെ ദുരന്തങ്ങളാവാം. ആ ദുരന്തങ്ങളെപ്പറ്റി നമുക്ക് അറിയാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെയാണ്. അങ്ങനെ ഈ മകന് എല്ലാ പേപ്പർ ക്ലിയർ ആവുകയും അതും വളരെ അപ്രത്യക്ഷമായിട്ടാണ് ഓരോ ഇടപെടൽ നടന്നത്. സാധിക്കാത്ത കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. സമയത്തിന് മേൽ സ്വാധീനമുള്ള അമ്മ മകൻ്റെ കാര്യത്തിൽ ഇടപെടുകയും സ്കിൽ അസസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് ലഭിക്കുകയും ഇന്ന് ഈ മകന് കസ്റ്റമർ സർവീസ് മാനേജറായിട്ട് ഓസ്ട്രേലിയയിൽ ജോലി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ കൃപയായിട്ടാണ് മക്കളെ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് 4 വർഷം സ്ഥലക്കച്ചവടം സ്ഥലവും വീടും വിൽക്കാനായി വിട്ടിരുന്നു. പക്ഷെങ്കിൽ അത് വിൽക്കാൻ സാധിച്ചില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കളിലിട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടും 4 വർഷം നടക്കാൻ സാധിക്കാത്ത കാര്യം 3 മാസം കൊണ്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെടുകയും ഈശോയുടെ അനുഗ്രഹത്താൽ ആ സ്ഥലവും വീടും വിൽക്കാൻ സാധിച്ചു എന്നാണ് ഈ മക്കളെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ 2 കാര്യത്തിലും ഈശോയുടെ അമ്മയുടെ ഇടപെടൽ ഒരു വലിയ സ്വപ്നത്തിൽ കൂടിയാണ് ഈ മക്കൾക്ക് അമ്മ വെളിപ്പെടുത്തി കൊടുത്തത്. കാരണം മകൻ്റെ കാര്യത്തിലും ഒരു സ്വപ്നത്തിൽ കൂടെ ജോസഫ് അച്ഛന് വന്നിരുന്നു, പരിശുദ്ധ അമ്മയും വന്നിരുന്നു. സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യത്തിലും ഒരു സ്വപ്നത്തിൽ കൂടിയാണ്. ഈശോയുടെ അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ സ്വപ്നത്തിൽ കൂടി ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം നമ്മൾ വെളിപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് മക്കളെ എന്നുള്ള ഒരു സാന്നിധ്യം. നമുക്കറിയാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അച്ഛൻ ഇവിടെ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വെളുപ്പിനെ ഏറ്റവും ആദ്യം അച്ഛൻ പോകുന്നത് സെനക്കിൾ ഓഫ് സൈലൻസ് ആ റൂമിൽ ചെന്ന് നമുക്ക് വേണ്ടിയാണ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. ആ അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലൂടെയും ആ ആത്മീയ ജീവിതത്തിലുണ്ടായിരുന്ന ആസ്ഥയിലൂടെ ആണ് നമുക്കുള്ള അനുഗ്രഹം അമ്മയിൽ നിന്ന് നമുക്ക് മേടിച്ച് നൽകുന്നത്. ആ അച്ഛൻ പ്രാർത്ഥിച്ച ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെയാണ് ഈ 2 കാര്യങ്ങളും ഈ മകൾക്ക് പെട്ടെന്ന് തന്നെ ഈശോയും അമ്മയെ ഇടപെടാനായിട്ടുള്ള ഒരു വഴിയൊരുക്കി കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഉടമ്പടി ജീവിതം നമ്മളെ സംശയങ്ങളെ നീക്കി ഉറച്ച വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ, മധ്യസ്ഥതയിലൂടെ, പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതവും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ കൂടെ
വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും ആ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും നമ്മുടെ ജീവിതത്തിലും നമുക്കും സാധ്യമാകട്ടെ, അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഷാലി ബേബിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.